ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഒരു കാല് മടക്കി വെച്ച് മറുകാല് തൂക്കിയിട്ട് ഇരിക്കുന്ന ഭാവത്തിലാണെന്നാണ് കേട്ടറിഞ്ഞതാണ്, കണ്ടിട്ടില്ല. എന്തായാലും ഓടക്കോലൊക്കെ പിടിച്ച് സുന്ദരനായിട്ട് ഇരിക്കുന്ന നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ പാദത്തില് അനന്തകോടി നമസ്കാരം പറയുന്നു. ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി, ഹരികൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പൂർവം രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം, വൈദേഹി ഹരണം ജടായുമരണം, സുഗ്രീവ സംഭാഷണം, ബാലി നിഗ്രഹണം, സമുദ്രതരണം, ലങ്കാപുരി ദാഹനം, പശ്ചാൽ രാവണ കുംഭകർണഹനനം, ഏതദ്ധി രാമായണം. ഇന്നത്തെ സത്സംഗം നമുക്ക് തുടങ്ങാല്ലേ. ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കാം, ഇന്നത്തെ ഉത്തരങ്ങൾ നോക്കാം. ഇന്നലെ ഞാൻ രാമായണ പ്രശ്നോത്തരി എന്ന് പറഞ്ഞിട്ട് ചോദ്യം ചോദിച്ചിരുന്നു. അപ്പൊ അതിന്റെ ഉത്തരം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ദശരഥ മഹാരാജാവിന് 3 പത്നിമാരായിരുന്നു ഉണ്ടായിരുന്നത്. കൗസല്യ, കൈകേയി, സുമിത്ര തുടങ്ങി 3 പേരാണ് ഭാര്യമാരായിട്ടുണ്ടായിരുന്നത്. ഇതില് കൗസല്യപുത്രനായിട്ടാണ് ശ്രീരാമദേവൻ അവതരിച്ചത്. കൈകേയിയുടെ മകനായിട്ടാണ് ഭരതൻ പിറന്നത്. സുമിത്രയുടെ മക്കളായിട്ടാണ് ലക്ഷ്മണനും ശത്രുഘ്നനും ഇരട്ട കുട്ടികളായിട്ട് വന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ആ ആൻസർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അനേകം കാലം ദശരഥ മഹാരാജാവിന് പുത്രഭാഗ്യം ഇല്ലാതിരിക്കുകയും അതിനുശേഷം പിന്നെ പുത്രകാമേഷ്ടി യാഗം നടത്തുകയും ചെയ്തു എന്നും അതിൻ്റെ ഫലമായിട്ടാണ് ഋഷ്യശൃംഗന്റെ നേതൃത്വത്തിലാണ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത് എന്നും അതിൻ്റെ ഫലമായിട്ടാണ് ശ്രീരാമനടക്കുന്ന 4 ആൺമക്കൾ അല്ലെങ്കിൽ സൽപുത്രന്മാരുണ്ടായത് എന്നുമാണ് കഥ. ഇതിനു മുൻപായിട്ട് ദശരഥ മഹാരാജാവിനും കൗസല്യക്കുമായിട്ട് ഒരു സൽപുത്രി പിറക്കാനിടയായി എന്നും ആ സൽപുത്രിയുടെ പേര് ശാന്ത എന്നാണെന്നും ആ ശാന്തയെ വിവാഹം ചെയ്ത ഋഷ്യശൃംഗനാണെന്നും ഋഷ്യശൃംഗന്റെ നേതൃത്വത്തിലാണ് പുത്രകാമേഷ്ടി നടന്നത് എന്നും ഒക്കെയാണ് രാമായണം കഥ അനുസ്മരിക്കുമ്പോൾ പറയാറുള്ളത്. അപ്പൊ എന്തായാലും രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാർക്കും കൂടെ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങാം. ഒപ്പം രാമായണം പ്രശ്നോത്തരിയിലെ ഇന്നത്തെ ചോദ്യം പറയാട്ടോ. നമ്മൾ രാമായണം, ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ അറിയില്ല, എന്നാലും ചോദിക്കാം. രാമന്റെ കുലഗുരു ആരാണ് എന്നാണ്, ശ്രീരാമദേവന്റെ കുലഗുരു ആരാണ് എന്നാണ് ഇന്നത്തെ ചോദ്യം കേട്ടോ. ശ്രീരാമദേവന്റെ കുലഗുരു ആരാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം വരുന്നത് ആരുടെ പുത്രിയായിരുന്നു സീതാദേവി എന്നുള്ളതും അതുപോലെ തന്നെ സീതാദേവിയുടെ നാടിന്റെ പേരെന്താണ് എന്നുള്ളതാണ്. അപ്പോൾ 3 ചോദ്യങ്ങളുണ്ട്. ആരാണ് ശ്രീരാമദേവന്റെ കുലഗുരു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തത് ആരുടെ പുത്രിയായിരുന്നു സീത എന്നുള്ളതും സീതാദേവിയുടെ രാജ്യത്തിന്റെ പേരെന്താ എന്നുള്ളതുമാണ് ചോദ്യമായിട്ട് നമ്മൾ ഇന്നത്തെ ചോദ്യം കേട്ടോ. എല്ലാവരും അതിന്റെ ആൻസറും കൊണ്ട് നാളെ വരും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം അല്ലെ. സബിത അജിത് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വീൽ ചെയർ സംവിധാനം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് പറയാമോ? ആശുപത്രി രേഖകൾ കൊണ്ടുവരണോ എന്ന് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആശുപത്രി രേഖകൾ സാധാരണഗതിയിൽ ചോദിക്കാറില്ല. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കള്ളത്തരം പറഞ്ഞ ആൾക്കാർ അങ്ങനെ വരില്ലല്ലോ. കാരണം ശ്രീലകത്തിരിക്കുന്ന ആൾക്ക് എന്തായാലും അറിയാലോ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ലേ എന്ന്. പടിഞ്ഞാറേ ഗോപുരം വഴിയാണ് പ്രവേശിക്കാൻ പറ്റുക ഈ ഒരു നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്. അതായത് പടിഞ്ഞാറേ ഗോപുരത്തിന്റെ അവിടെ വീൽ ചെയർ അസിസ്റ്റൻസ് വേണം എന്ന് അവിടെ നിൽക്കുന്ന കാവൽക്കാരോടോ അതല്ലെങ്കിൽ പോലീസുകാരോടോ പറയുകയാണെങ്കിൽ അവരവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്, ഒരു രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി സൈൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടുന്ന് വീൽ ചെയർ എടുക്കാം. വീൽ ചെയർ എടുക്കാമെന്ന് മാത്രമല്ല, വീൽ ചെയർ നമുക്ക് തന്നെ കൊണ്ടുപോകാൻ സാധിക്കുമെങ്കിൽ അത് നല്ലത്. അതല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഉണ്ടാവും കേട്ടോ.
എന്നിട്ട് ഈ വീൽ ചെയറിലുള്ള ആൾക്ക് കൊടിമരത്തിന്റെ ചോടേ കൂടെ വലിയ ബലിക്കല്ലിന്റെ അടുത്ത് അവിടെ നിന്ന് ദർശനം ചെയ്യാം. അത് തീരെ നടക്കാൻ വയ്യാത്ത ആൾക്ക്, അല്ലെങ്കിൽ അവിടെ വരെ വീൽ ചെയറിൽ പോയിട്ട് പതുക്കെയൊക്കെ നടക്കാൻ സാധിക്കും എങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോയി ദർശനം കഴിഞ്ഞ് വടക്ക് വശത്ത് എത്തുമ്പോൾ രണ്ടാമത് ഈ വീൽ ചെയർ അവിടെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. അതിനെ പ്രത്യേകിച്ച് ചാർജസ് ഒന്നും ഈടാക്കുന്നില്ല. വീൽ ചെയർ അസിസ്റ്റൻസിനെ നമ്മൾ അവിടെ നിന്ന് ഒരാളെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്കണം കേട്ടോ. അടുത്തത് മീര പി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത നമസ്കാരം. സവിത പറഞ്ഞല്ലോ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ പൂജ ചെയ്ത വിഗ്രഹമാണ് ഗുരുവായൂരിൽ ഉള്ളത് എന്ന്. അതൊന്ന് വിശദമായി പറയാമോ? അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഉള്ള ഈ വിഗ്രഹം പാതാളാഞ്ജന ശിലയിൽ 4 തൃക്കൈകളോട് കൂടിയിട്ടുള്ള മഹാവിഷ്ണുവിന്റെ രൂപത്തിലുള്ള ഭാവത്തിലുള്ള വിഗ്രഹമാണ്. ഈ വിഗ്രഹം ബ്രഹ്മാവിന് സമ്മാനിച്ചതാണ്, മഹാവിഷ്ണു നേരിട്ട് കൊടുത്തതാണ്. ബ്രഹ്മാവ് അത് അതിഥി കശ്യപന്മാർക്ക് നൽകുകയും അവിടെ നിന്ന് കൈമാറ്റം ചെയ്ത് വസുദേവർക്കും ദേവകിക്കും ലഭിക്കുകയും ചെയ്തു. അവര് ഈ ഒരു വിഗ്രഹത്തിന്റെ വെച്ച് ആരാധിച്ചിരുന്ന ആളാണ്. ഇത് ഈ അവതാരം കഥ പറയുന്ന സമയത്തുണ്ടല്ലോ, തോട്ടം കൃഷ്ണൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ആചാര്യൻ അദ്ദേഹം പറയാറുണ്ട്, വസുദേവർക്ക് ഒരു എന്താ പറയാ, ദേവകിയുടെയും വസുദേവരുടെയും വിവാഹം കഴിഞ്ഞ സമയത്ത് ഒരു അശരീരി ഉണ്ടായി. ഈ വിവാഹം കഴിഞ്ഞ് ഇവരിൽ ജനിക്കുന്ന 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനാണ് എന്ന്, അല്ലെങ്കിൽ 8ാമത്തെ ഗർഭം ഹന്തകനാണ് എന്ന് പറഞ്ഞു. കംസൻ ഇത് കേട്ടപ്പോഴേക്കും ദേവകിയെ മുടിയൊക്കെ വട്ടം ചുറ്റി പിടിച്ച് വധിക്കാൻ ഒരുങ്ങി. ദേവകി ജീവിച്ചിരുന്നെങ്കിലല്ലേ 8 ഗർഭം 8ാമത്തെ ഗർഭം വധിക്കാനൊക്കെ വരുള്ളൂ. ദേവകിയെ തന്നെ ഇല്ലാണ്ടാക്കാം എന്ന് വിചാരിച്ചു. വസുദേവര് പാടുവിട്ടു അതിൽ നിന്ന് കംസനെ പിന്മാറ്റാൻ. അപ്പോ ആ സമയത്ത് അദ്ദേഹം നമ്മുടെ ഉണ്ണികൃഷ്ണനെ, നമ്മുടെ ഗുരുവായൂരപ്പനെയാണത്രേ മനസ്സിൽ വിചാരിച്ചത്. ഇത് ധൈര്യപൂർവ്വം പറയാമെന്ന് പറയാറുണ്ട്. കാരണം വസുദേവരെ വെച്ച് ആരാധിച്ചിരുന്ന അതേ വിഗ്രഹമാണ് ഇന്ന് ഗുരുവായൂരപ്പനായിട്ട് ഇവിടെ ഗുരുവായൂരിൽ വിളങ്ങുന്നത്. ആ വിഗ്രഹം ദ്വാരകയില് വസുദേവരും ദേവകിയും വെച്ച് ആരാധിച്ചിരുന്ന അതേ വിഗ്രഹം ദ്വാരകയിൽ പ്രതിഷ്ഠിച്ച് അവിടെ പൂജാതി കർമ്മങ്ങളെല്ലാം നടന്നുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനാൽ ആരാധിക്കപ്പെട്ട വിഗ്രഹമായി മാറി. എന്നാൽ ദ്വാരക കടലിൽ മുങ്ങിപ്പോവുകയാണല്ലോ ഉണ്ടായി, അവസാനം സമുദ്രത്തിൽ ലയിച്ചു പോവുകയാണല്ലോ ഉണ്ടായി. ആ സമയത്ത് ഈ വിഗ്രഹം മാത്രം സമുദ്രോപരിതലത്തിലായിട്ട് പൊങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ വിഗ്രഹത്തിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് ഗുരുവും വായുവും, അതായത് ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും കൂടി എടുത്തു കൊണ്ടുവന്ന് ഇത് പ്രതിഷ്ഠിക്കാനുള്ള നല്ല ഒരു ഇടം ഏതാണ് എന്ന് അന്വേഷിച്ച് നടക്കുകയും ആ സമയത്ത് ഈ രുദ്രതീർത്ഥ കുളത്തിന്റെ കരയിൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു തടാകമായിരുന്നു ഈ രുദ്രതീർത്ഥ കുളം, അതായത് അമ്പലക്കുളം എന്ന് പറയപ്പെടുന്ന ഇവിടെ ഒരു തടാകമായിരുന്നു. ആ തടാകത്തിന്റെ തീരത്തായിരുന്നു മമ്മിയൂരപ്പൻ, മഹാസാക്ഷാൽ മഹാദേവൻ ഇവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എവിടെയാണോ ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവിടെ സാക്ഷാൽ മമ്മിയൂരപ്പനായിരുന്നു ഉണ്ടായിരുന്നത് അത്രേ. അപ്പോൾ ഈ ഒരു പ്രദേശത്തിനാണ് വളരെയധികം പോസിറ്റീവ് എനർജി അവർക്ക് ഫീൽ ചെയ്തത്. അവർ ആ ഒരു വിഗ്രഹവും കൊണ്ട് താഴെ വന്ന സമയത്ത് മമ്മിയൂരപ്പനാണത്രേ അവരോട് പറഞ്ഞത്, ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കൂ എന്ന്. അങ്ങനെ ഗുരുവിന്റെയും വായുവിന്റെയും നേതൃത്വത്തിൽ ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടപ്പോൾ മമ്മിയൂരപ്പൻ കുറച്ചു വലത്ത് മാറി, അല്ലെങ്കിൽ വടക്ക് മാറിയിരുന്നതുകൊണ്ടാണ് ആ മമ്മിയൂരപ്പൻ ഇരുന്ന സ്ഥലത്തിനെ മഹിമയൂർ എന്നാണ് പറഞ്ഞിരുന്നത്. മഹാദേവന്റെ മഹിമ വിളിച്ചോതുന്ന, അദ്ദേഹത്തിന്റെ ആ ഒരു വാസസ്ഥാനം വിട്ട് അദ്ദേഹം മാറി താമസിക്കുകയാണല്ലോ ഉണ്ടായത്. അപ്പൊ അദ്ദേഹത്തിന്റെ മഹിമ അത്രയധികം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിനെ മഹിമയൂരപ്പൻ എന്ന് പറയാൻ തുടങ്ങി. അത് ലോപിച്ചിട്ടാണ് ഈ മമ്മിയൂരപ്പൻ എന്നായത് കേട്ടോ. അതുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴുന്ന ഓരോ ഭക്തരും ഇവിടെ മമ്മിയൂരപ്പന്റെ അവിടെയും കൂടി വന്ന് തൊഴണം എന്ന് പറയാറുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അന്നത്തെ ദിവസം ഈ ഒരു ഗുരുവും വായുവും കൂടി ചേർന്ന് ഈ വിഗ്രഹം എടുത്തുകൊണ്ടുവരുന്ന സമയത്ത് വല്ല വടക്കേ ഇന്ത്യയിലോ ആണ് ഈ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നത് എങ്കിൽ നമുക്ക് ഇത്ര സുലഭമായിട്ട് ഈ ഉണ്ണികൃഷ്ണനെ ഇങ്ങോട്ട് കിട്ടുമോ? ജീവിതത്തിൽ ഒരിക്കലൊക്കെ പോയാൽ ഭാഗ്യം ഇല്ലേ? നമ്മൾ കാശിക്കൊക്കെ പോണ പോലെ പലപ്പോഴും ഒരിക്കൽ മാത്രം പോവാൻ തരാവുന്നതല്ലേ ഈ കാശി എന്ന് പറയുന്ന സ്ഥലം. അതേപോലെയൊക്കെ ആയേനെ. ഇതിപ്പോ അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് വിചാരിക്കുമ്പോൾ ഓടി വന്ന് തൊഴാൻ സാധിക്കണില്ലേ? ശ്രീ ഗുരുവായൂരപ്പന്റെയും മമ്മിയൂരപ്പന്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മമ്മിയൂരപ്പനോടുള്ള നന്ദി പ്രകടിപ്പിക്കാനായിട്ട് ഇവിടെ വന്ന് തൊഴുമ്പോൾ എല്ലാവരും മമ്മിയൂരും കൂടി വന്ന് തൊഴണം എന്നാണ് പറയാറുള്ളത് കേട്ടോ.
ഇത് പറഞ്ഞ സമയത്താണ് ഈ ഒരു രുദ്രതീർത്ഥ കുളത്തിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയാറുണ്ട്. ഇന്ന് എനിക്കൊരു അനുഭവം ഉണ്ടായി കേട്ടോ. വേറൊന്നുമല്ല, ഞാൻ ഇപ്പൊ കുളത്തിൽ കുളിച്ചു തൊഴുകയാണ് പതിവ്. അപ്പൊ ഞാൻ കുളിച്ച് കയറി നിൽക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി, 10-20 വയസ്സായ ഒരു പെൺകുട്ടി, ഹൈ ഹീൽ ചെരുപ്പൊക്കെ ഇട്ടിട്ട് കുളത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ആ സമയത്ത് പെട്ടെന്ന് നല്ല ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇറങ്ങി വരണേ. ഈ ചെരുപ്പ് കണ്ടപ്പോൾ ഞാൻ അറിയാതെ, ഞാൻ അങ്ങനെ ആരോടൊന്നും പറയാറില്ല കേട്ടോ, പക്ഷെ അറിയാതെ പറഞ്ഞു പോയി ഞാൻ. ചെരുപ്പ് ഇട്ട് കുളത്തിൽ ഇറങ്ങുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്പലക്കുളമാണ്, അതുകൊണ്ട് ചെരുപ്പ് ഇട്ട് ഇറങ്ങരുത് എന്നാണ് പറയാറുള്ളത്. അപ്പൊ ആ കുട്ടി ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു, ചെരുപ്പിട്ട് ഇറങ്ങ അയ്യോ എന്ന്. അപ്പൊ ആ കുട്ടിക്ക് അറിയാത്തോണ്ടാണല്ലോ, കുഴപ്പമില്ല, അറിയാതെ പറ്റുന്നതല്ലേ. അത് പറഞ്ഞിട്ട് എന്നെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇവിടെ കുളിക്കാം, പിന്നെ ചെരുപ്പ് കഴുകാനാ പാടില്ലാത്ത എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ ചെരുപ്പ് അവിടെ കഴുകി. ചെരുപ്പിൽ നിറയെ അഴുക്കായിട്ട് ഞാൻ കഴുകാൻ വന്നതാണ് എന്ന് പറഞ്ഞ് ചെരുപ്പ് കഴുകിയിട്ട് ആ കുട്ടി കയറിപ്പോയി. അപ്പൊ ഇത് കണ്ടപ്പോ നമ്മളൊക്കെ കുളിക്കാം, പക്ഷെ ചെരുപ്പ് കഴുകാൻ പാടില്ല. ഞാനവിടെ എണ്ണയും സോപ്പും തേച്ച് കുളിക്കാനല്ല, എൻ്റെ ദേഹത്തെ അഴുക്ക് കളയാനല്ല അവിടെ പോകുന്നത്. അത് പുണ്യതീർത്ഥമാണ് എന്ന് കരുതിക്കൊണ്ട് ആ തീർത്ഥത്തിന്റെ മാഹാത്മ്യം അറിഞ്ഞുകൊണ്ട് അവിടെ മുങ്ങാനാണ് പോകുന്നത്. ആ തീർത്ഥത്തിൽ മുങ്ങിയാൽ ഉണ്ടാവുന്ന ആ ഒരു ഗുണങ്ങളെ കുറിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ മുങ്ങി കുളിക്കാനാണ് അവിടെ പോയത്. അതല്ലാതെ എൻ്റെ ശരീരത്തിലെ അഴുക്ക് കളയാൻ വേണ്ടി പോയതല്ല ഞാനവിടെ. അപ്പോൾ കുളിക്കാം, പക്ഷെ എൻ്റെ ഈ ചെരുപ്പൊന്നും നനയ്ക്കാനാണോ പാടില്ലാത്ത എന്ന ആ ഒരു ചോദ്യത്തോടു കൂടി അത് ചെരുപ്പ് കഴുകി ആ കുട്ടി പോയി. അപ്പൊ എനിക്ക് എന്തോ വല്ലാത്തൊരു മനപ്രയാസം തോന്നി. പറയണ്ടായിരുന്നു എന്ന് ആദ്യം തോന്നി, പക്ഷെ പറഞ്ഞതിൽ തെറ്റില്ല, ആ കുട്ടി അനുസരിച്ചില്ല, ഇപ്പൊ എന്താ ചെയ്യാ എന്നാ പിന്നെ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇതൊക്കെ എന്താ അറിയോ, നമുക്ക് ഒരു എന്താ പറയുക, ബേസിക് ഒരു സിവിക് സെൻസ് എന്നോ എന്താ പറയേണ്ടതെന്ന് നിശ്ചയില്ല, അത് ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണ്. കാരണം ഒരു ക്ഷേത്ര മര്യാദകളെക്കുറിച്ച്, ആചാരങ്ങളെക്കുറിച്ച് ഒന്നും അറിയിക്കാതെ വളർത്തപ്പെടുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ ഒരാൾ ഉറക്കെ ഒന്ന് നാമം ജപിച്ചാൽ, അല്ലെങ്കിൽ ഹരേ ഗുരുവായൂരപ്പ എന്നു പറഞ്ഞാൽ അവരെന്തായി, അവർ വളരെയധികം എന്താ പറയുക, കൺട്രി ഫെല്ലോസ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് ഒരു വിഭാഗം, എല്ലാവരും ഇല്ല കേട്ടോ. ഇതേ എനിക്ക് തന്നെ മിനിയാന്നൊരു അനുഭവം ഉണ്ടായത്, അതും പറയേണ്ടതാണ്. കോളേജിൽ പഠിക്കുന്ന മോളാണ് എന്നെ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ആ മോള് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പുതിയ അറ്റ്മോസ്ഫിയർ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നാരായണ കവചം ചൊല്ലിയിട്ടാണ് കോളേജിലേക്ക് പോവാറുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അതുപോലെ പുതിയ കൂട്ടുകാരൊന്നും ആയിട്ടില്ല ആ കുട്ടിക്ക്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ആ ഒരു രീതിക്ക് അനുസരിച്ചുള്ള ആൾക്കാരായിട്ട് സെറ്റ് ആവുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പറഞ്ഞു, എനിക്ക് പുതിയ കൂട്ടുകാരില്ല, എനിക്ക് ആകെ കൂടി വിഷമമാണു, ഏത് കോളേജിലാ ചേരേണ്ടത് എന്ന് ഞാൻ നറുക്കിട്ട് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ കിട്ടിയത് വെച്ച് തീരുമാനിച്ചു പോയതാ. എന്നിട്ടും എനിക്ക് എന്താണാവോ ഇങ്ങോട്ട് സെറ്റ് ആവണില്ല, ഒരു വിഷമം പോലെ മനസ്സിൽ, എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു. ഇതേ പ്രായമുള്ള കുട്ടി തന്നെയാണ് ആ കുട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, കുട്ടി ചെയ്യണ കാര്യങ്ങളൊക്കെ തന്നെ തുടരൂ, രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നാരായണ കവചം ചൊല്ലിക്കോളൂ, പറ്റുന്ന സമയത്തൊക്കെ നാരായണ നാമം ചൊല്ലിക്കോളൂ, ഭഗവാനെ കൂട്ടാക്കി നിർത്തിക്കോളൂ. ഒപ്പം കൂടെയുള്ള കുട്ടികളോട് സംസാരിക്കേണ്ടെന്നൊന്നുമില്ല, അവരുടെ രീതികളൊന്നും പിടിക്കുന്നില്ലെങ്കിൽ ആ രീതികളൊന്നും നമ്മൾ ഉൾക്കൊള്ളണ്ട, പക്ഷെ അവരെയൊക്കെ ആയിട്ട് കൂട്ടുകൂടണം, കൂട്ടുകൂടാതിരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു വിഭാഗക്കാരും ഉണ്ട്, നല്ല കുട്ടികളും ഉണ്ട്. മറ്റേ കുട്ടികൾ ചീത്ത കുട്ടികൾ എന്നല്ല കേട്ടോ, അവർക്ക് പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടായിരിക്കും, അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ ആരും പറഞ്ഞാൽ അവർ ഉൾക്കൊള്ളാനും തയ്യാറല്ല, കേൾക്കാൻ തയ്യാറല്ല. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്താൽ എന്താ, നിങ്ങൾ ആരാ പറയാൻ എന്ന് ചോദിക്കുന്ന ഒരു തലമുറയായി മാറിയിരിക്കുന്നു നമ്മളിൽ പലരും. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ, കൃഷ്ണാരി മിത്രങ്ങളുടെ വീടുകളിൽ കുട്ടികൾ ഉണ്ടാവുമല്ലോ, അവരോട് ഒരു ബേസിക് മര്യാദകളെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഈ ബേസിക് മര്യാദകളെല്ലാം ഞാൻ പാലിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ട് കേട്ടോ. മുടിയുടെ തുമ്പ് കെട്ടിയിട്ടിട്ടേ അമ്പലത്തിൽ പോവാവൂ എന്നുള്ള ബേസിക് മര്യാദ ഞാൻ പാലിക്കാറില്ല. ഞാൻ ആദ്യം തന്നെ പറയുന്നു, മുടി കെട്ടിയിട്ട് തന്നെ ഞാൻ അമ്പലത്തിൽ പോകാറുള്ളൂ, ഇങ്ങനെ പോകാറില്ല. പക്ഷെ തുമ്പ് കെട്ടിയിടണം എന്ന് പറഞ്ഞാൽ എൻ്റെ തുമ്പ് കെട്ടിയാൽ നിൽക്കാറില്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടിയാലേ അത് നിൽക്കാറുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, മുടി അഴിച്ചിട്ടിട്ട് തുമ്പഴിച്ചിട്ടിട്ട് തന്നെയാണ് ഞാൻ ക്ഷേത്രങ്ങളിൽ പോവാറുള്ളത്. അപ്പം അതൊരു ബേസിക് മര്യാദയാണ്. അത് ഞാൻ ചെയ്യാറുണ്ടോ വെച്ചാൽ ചെയ്യാറില്ല. പക്ഷെ അതിന് വേറൊരു കാര്യമുണ്ട്, മുടി കൊഴിഞ്ഞ് അവിടെ വീഴില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ പോവാം, കുഴപ്പമില്ല. മുടി കൊഴിഞ്ഞ് അവിടെ വീഴരുത് എന്നല്ലേ ഉള്ളൂ. ആ മുടി ഇപ്പൊ തൽക്കാലം അങ്ങനെ ഇങ്ങോട്ട് തൊട്ട ഉടനെ ഊരി പോണില്ല, കുറച്ച് മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിലും. അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഞാനും വിട്ട് കളയുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയണില്ല. പക്ഷെ ഏതെങ്കിലും ഒരാൾ പറയുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അപ്പം തന്നെ അത് ചെയ്യണ്ട എന്നൊരു അഭിപ്രായം കൂടി ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനെ
അടുത്തതായിട്ട് വിദ്യാ വിപിൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ഗുരുവായൂർ അമ്പലത്തിലെ ചുറ്റുവിളക്ക് വഴിപാടിനെ കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതേ ചോദ്യം തന്നെ വേറൊരു ഭക്തയും കൂടി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഷജിനി സഞ്ജു എന്ന ഭക്തയും ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂർ അമ്പലത്തിലെ ചുറ്റുവിളക്കിന് എത്രയാണ് ചാർജ് എന്ന. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഭക്തപ്രിയയിൽ കൊടുത്തിരിക്കുന്ന ചാർജ് 1,00,000 രൂപ എന്നാണ് കേട്ടോ. 2026 കണക്ക് പ്രകാരം ചുറ്റുവിളക്കിന് 1,00,000 രൂപയാണ് ക്ഷേത്രത്തിലേക്ക് അടക്കേണ്ടത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. 9,000 തിരികളാണ് ഒരേ സമയം ചുറ്റുവിളക്കിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തെളിയുന്നത്. എണ്ണയിൽ തന്നെയാണ്, നെയ്യിലല്ല. പക്ഷെ ചുറ്റുവിളക്ക് മുഴുവനായിട്ടും 9,000 തിരികളാണ് തെളിയുന്നത്. അപ്പോൾ അതിൻ്റെ ചിലവിലേക്ക് എന്ന രീതിയിലാണ് ഈ 1,00,000 രൂപ അടയ്ക്കേണ്ടതായിട്ടുള്ളത് കേട്ടോ. ഈ ചുറ്റുവിളക്ക് ഷീട്ടാക്കിയാൽ നമുക്ക് എന്തൊക്കെയാ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് തൃപ്പുക തൊഴാൻ പറ്റും. അവിടെ ഇരുന്ന്, അതായത് നേരെ മുമ്പിൽ, ഞാൻ പറഞ്ഞിട്ടില്ലേ വലിയ ബലിക്കലിൻ്റെ മുമ്പിലായിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന് തൃപ്പുക തൊഴുത് തൃപ്പുകയുടെ നെയ്യൊക്കെ സേവിച്ച് അങ്ങനെ പോരാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ഒരു തിരുത്തം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു ഈ ഇടയ്ക്ക പ്രദക്ഷിണത്തിൻ്റെ കൂടെ എനിക്ക് വാദ്യങ്ങളുടെ പേരൊന്നും അറിയില്ല. അപ്പോൾ വാദ്യങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇന്നലെ എനിക്ക് ഒരു ഭക്ത തിരുത്തി തന്നിരുന്നു കേട്ടോ. നാഗസ്വര കച്ചേരി എന്ന് പറയില്ലേ, നാഗസ്വരാണ് ഈ ഇടയ്ക്കയുടെ കൂടെ, ഇടയ്ക്ക പ്രദക്ഷിണത്തിൻ്റെ കൂടെ വരുന്നത് നാഗസ്വരമാണ്. അപ്പോൾ സഹിത അത് വിട്ടുപോയി പറയാമെന്നത് ശരിയാണ് കേട്ടോ. കീർത്തനങ്ങൾ ഓരോന്നും വായിക്കുന്നത് കേൾക്കാൻ വളരെ രസമാട്ടോ. നാഗസ്വരത്തിലാണല്ലോ ഈ കീർത്തനങ്ങൾ വരിക. അപ്പോൾ ഇന്നലെ കുറയൊന്നുമില്ലേ മലൈമൂടി കണ്ട എന്നുള്ള ആ ഒരു കീർത്തനായിരുന്നു. അതിന് മുന്നത്തെ ദിവസം ഗോവർദ്ധനഗിരിധാരി എന്നുള്ള ഇതായിരുന്നു. കേശാദിപാദം തൊഴുന്നീൻ എന്നുള്ളത്, ഭാഗ്യാല ലക്ഷ്മി ബാരമ്മ. ഇതൊക്കെ കേൾക്കാൻ എന്ത് രസമാണെന്നറിയോ. ആനപ്പുറത്ത് ഉണ്ണികൃഷ്ണൻ, ആലവട്ടം വെഞ്ചാമരം, അതോ എല്ലാ അലങ്കാരങ്ങളോടും കൂടി ഉണ്ണികൃഷ്ണൻ, നിറയെ വിളക്കുകൾ, ആലോചിച്ച് 9,000 വിളക്ക് കത്തുക എന്നൊക്കെ പറഞ്ഞാൽ നിറയെ വിളക്കിൻ്റെ ആ ഒരു എന്താ പറയുക ശോഭ. ഇതിൻ്റെ കൂടെ ഈ ഒരു കീർത്തനങ്ങൾ, ഇടയ്ക്കയുടെ ശബ്ദം, ഒന്നും പറയാനില്ല. ഗുരുവായൂരപ്പൻ എല്ലാ ദിവസവും നമ്മളെ ഒരു 10 മിനിറ്റ് നേരത്തേക്കെങ്കിലും മറ്റൊരു ലോകത്തേക്ക് ആനയിക്കുന്ന ആ ഒരു കാഴ്ച ഒരിക്കലെങ്കിലും കാണേണ്ടതാട്ടോ. എല്ലാവരും വന്ന് കാണൂ. അടുത്തതായിട്ട് സംഗീത എസ് നായർ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, ചേച്ചി എൻ്റെ കല്യാണം ഓഗസ്റ്റ് 30-നാണ്. അത് കഴിഞ്ഞ് ഗുരുവായൂർ വരണം, മാലയിടണം എന്നുണ്ട്. അതിന് മുഹൂർത്തം എടുക്കണോ? രണ്ടാമത് താലി കെട്ടണോ? അതേപോലെ മഞ്ചാടി കൊണ്ട് തുലാഭാരം റേറ്റ് എത്രയാണ് എന്നൊന്ന് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ വിവാഹം ഷീട്ടാക്കുന്നത് പോലെയാണ് വന്നിട്ട് ഷീട്ടാക്കിയിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് സാധാരണ ആദ്യത്തെ തവണ വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുക അത് തന്നെയാണ്. ഷീട്ട് എടുക്കണം. ആദ്യം 750 രൂപയാണ് ഷീട്ട് എടുക്കാനായിട്ട് വേണ്ടത്. വിവാഹത്തിൻ്റെ മണ്ഡപത്തിൽ ഫോട്ടോഗ്രാഫറെ നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ കാശും കൂടെ കൊടുത്ത് അടയ്ക്കണം. അതിന് 500 രൂപയാണ് വേണ്ടത്. അത് കൊടുത്തിട്ട് നമ്മൾ ഷീട്ട് എടുക്കണം. അതിനുശേഷം മണ്ഡപത്തിൻ്റെ അവിടെ പോയിട്ട് സാധാരണ പോലെ തുളസിമാല അങ്ങോട്ടും ഇങ്ങോട്ടും. ഓൾറെഡി ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ നമ്മൾ പിന്നെ വീണ്ടും ഇതെടുക്കേണ്ട ആവശ്യമില്ല, അതായത് താലി കെട്ടേണ്ട ആവശ്യമില്ല. രണ്ടാമത് താലി കെട്ടാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്, അല്ല താലി കെട്ടാൻ വരുന്നതുകൊണ്ട് മാല മാത്രമായിട്ട് ഇടാനും വരുന്നുണ്ട്. അതെന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മുടെ മാത്രം ഇഷ്ടമാണ് കേട്ടോ. ഇനി അതിന് മുഹൂർത്തം നോക്കണമെന്ന് ചോദിച്ചാൽ അതിന് അങ്ങനെ മുഹൂർത്തം നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി നിങ്ങൾ വിവാഹധാരാണല്ലോ. മാത്രമല്ല ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എല്ലാം ശുഭമാണ്. അങ്ങനെ മുഹൂർത്തം നോക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ മഞ്ചാടി കൊണ്ട് എത്ര രൂപയാണ് തുലാഭാരം തുകന്ന്. കുറേ പേരോട് ഞാൻ 50 രൂപ ആവും അല്ലെങ്കിൽ 50-ൽ താഴെ ആവും എന്ന് പറഞ്ഞു. 20 രൂപയാണ് കേട്ടോ. കുന്നിക്കുരു മഞ്ചാടിയൊക്കെ ഒന്ന് തന്നെയാണ്. 20 രൂപയാണ് 1 കിലോന്. അപ്പം അതിന് വെച്ചിട്ട് നമ്മുടെ ശരീരഭാരം എത്രയുണ്ടോ അത്രയും ആണ് 20 ഇൻറ്റു നമ്മുടെ ശരീരഭാരം. അതാണ് കേട്ടോ നമ്മൾ ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ട തുക എന്ന് പറയണത്. അടുത്തതായിട്ട് സവിത നമസ്കാരം. സവിത മുമ്പ് ഒരു വീഡിയോയിൽ വിളക്ക് തിരി കരിങ്തിരി കത്താൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. ഒരു സംശയം അതേക്കുറിച്ച് ഉണ്ടായിരുന്നു. ഞാൻ പൂജാമുറിയിൽ രാവിലെ വിളക്ക് വെച്ച് ജപം കഴിഞ്ഞ് പിന്നീട് അടുക്കള ജോലിയിൽ പ്രവേശിച്ചാൽ പിന്നെ വിളക്ക് എല്ലാ ദിവസങ്ങളിലും കരിന്തിരി കത്തി അണയാറാണ് പതിവ്. അടുക്കളയിൽ കയറിയാൽ വീണ്ടും പൂജാമുറിയിൽ കയറാറില്ല. ഇങ്ങനെ പൂജാമുറിയിൽ കരിന്തിരി കത്തി അണഞ്ഞാൽ ദോഷമുണ്ടോ? ഇതിനെന്താണ് ചെയ്യുക? പൂമുഖത്ത് വെക്കുന്ന വിളക്ക് നമ്മൾ എടുത്തു വെക്കുമല്ലോ, എന്നാൽ പൂജാമുറിയിൽ പതിവായി ഇങ്ങനെ സംഭവിക്കുന്നു. ഒന്നിലും നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് കത്താനായിട്ട് നിറയെ എണ്ണ ഒഴിച്ചിട്ട് പോവാം. ഞാനിവിടെ അങ്ങനെയാണ് ചെയ്യാറ്. കരിന്തിരി കത്താൻ അനുവദിക്കാതെ രാവിലെ കൊളുത്തിയ വിളക്ക് തന്നെ രാത്രി വരെയും കത്തും. ആ രീതിയിൽ കെടാവിളക്കായിട്ട് കത്തിക്കാറുണ്ട്.
അതല്ലെങ്കിൽ നമുക്കത് കെടുത്തി വെക്കാം. നമ്മുടെ ജപം കഴിഞ്ഞാൽ കെടുത്തി വെക്കാം. എല്ലാ ദിവസവും ഇങ്ങനെ കരിന്തിരി കത്തുന്നത് അത് ശുഭകരമല്ല എന്ന് തന്നെയാണ് ഞാനും കേട്ടിരിക്കുന്നത് കേട്ടോ. അടുത്തതായിട്ട് ഷിബി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇന്ന് അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയപ്പോൾ തിരുമേനി പറഞ്ഞു ഗുരുവായൂർ പോകാത്തത് കൊണ്ട് കണ്ണൻ എന്നോട് പിണക്കത്തിലാണെന്ന്. ഞാൻ ഒരുപാട് നാളായി കണ്ണനെ കാണാൻ പോകാൻ വിചാരിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. കണ്ണൻ അങ്ങനെ പിണങ്ങോ? കണ്ണനെ കാണാൻ പോകാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, എന്നാൽ ഭർത്താവിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സഹിതം മറുപടി പറഞ്ഞു തരുമെന്ന്. കണ്ണനോട് തന്നെ പറയൂ, ഉണ്ണീകൃഷ്ണ, എനിക്ക് അങ്ങേ വന്ന് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്, അങ്ങ് എന്നോട് പിണങ്ങാതെ അതിനുള്ള വഴി എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറയൂ കേട്ടോ. എല്ലാ ദിവസവും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ട് ഒരു നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ചെയ്തു നോക്കൂ. മാജിക് കാണാം കേട്ടോ. നമുക്ക് ഗുരുവായൂരപ്പൻ്റെ മാജിക് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്, അതാണ് ഗുരുവായൂരപ്പൻ്റെ മാജിക് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അപ്രതീക്ഷിതമായിട്ട്, ഇന്ന് രാവിലെയും കൂടി എനിക്ക് സൗമ്യ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. അപ്പൊ പെട്ടെന്ന് സൗമ്യ വന്നു. സൗമ്യ സാധാരണ സൺഡേസിലാണ് വരാറ്, പക്ഷെ ഇന്ന് സാറ്റർഡേ എത്തി. നിർമ്മാല്യം കണ്ടു, തൊഴുതു. വരുമ്പോഴൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല നിർമ്മാല്യം തന്നെ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് അറിയില്ല എന്നായിരുന്നു. പക്ഷെ കറക്റ്റ് നിർമ്മാല്യം തന്നെ വന്നു തൊഴാൻ സാധിച്ചു. അപ്പോൾ ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ടാവും സൗമ്യ, ഗുരുവായൂരപ്പനാണ് ഇന്ന് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, പ്രീ പ്ലാൻഡ് അല്ല, പെട്ടെന്ന് വരാൻ സാധിച്ചു, പെട്ടെന്ന് തൊഴാൻ സാധിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ അതേമാതിരി നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത രീതിയിൽ നമ്മളെ ഗുരുവായൂരപ്പൻ ഇവിടെ എത്തിക്കും. അതിനൊന്നേ വേണ്ടൂ, അതികഠിനമായി ആഗ്രഹിക്കുക ഗുരുവായൂരപ്പ എനിക്ക് വന്ന് കാണണം എന്ന്. ഒപ്പം തന്നെ എല്ലാ ദിവസവും ഉണ്ണികൃഷ്ണനെ ഇത് പറഞ്ഞ് ശല്യപ്പെടുത്തുക. ഉണ്ണികൃഷ്ണ, എനിക്ക് എന്നാ കാണാൻ പറ്റുക? എന്നാണു ഞാൻ ഇനി കാണുന്നത്, എന്നാണോ നന്ദകുമാരന്റെ ദിവ്യരൂപം എന്ന് എല്ലാ ദിവസവും ചൊല്ലിക്കോളൂന്നേ. ഇനി എന്നാ കാണുക ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പറയും, ശരി എന്നാ വരൂ നമുക്ക് കാണാലോ എന്ന് പറയൂ കേട്ടോ. അടുത്തതായിട്ട് ഒരു ഇൻസിഡൻ്റ് ആണ്. വൈശാഖി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത്. സവിത ചേച്ചി, എനിക്കൊരു സംശയമുണ്ട്. ജനുവരി മാസം തൊഴാൻ വന്നപ്പോൾ അമ്പലത്തിൽ വെച്ച് എനിക്ക് സങ്കടപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടായി. അതിനുശേഷം തുലാഭാരം വഴിപാട് ചെയ്യുന്നിടത്ത് ക്യൂ നിന്നു. അവിടെ ഒരു ചേച്ചിയും മകനും ക്യൂ തെറ്റിച്ച് കയറാൻ നോക്കി. ഞാൻ അവരോട് എവിടെയാ ചേച്ചി തള്ളിക്കയറി പോകാൻ നോക്കുന്നത് എന്ന് ചോദിച്ചു. അവർ എന്നോട് കയർത്ത് സംസാരിച്ചു. അമ്പലമാണ് എന്ന് അവർ മറുപടി തന്നത്. ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അവർ എല്ലാവരെക്കാളും മുൻപേ തുലാഭാരം നടത്തി ഹാപ്പിയായി തിരിച്ചുപോയി. ഞാൻ 2 ദിവസം അമ്പലത്തിലുണ്ടായി. പക്ഷേ ഈ സംഭവത്തിന് ശേഷം എനിക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി. എന്നെ ഭഗവാൻ പരീക്ഷിക്കുമെന്നൊക്കെ തോന്നി. പിന്നീട് എനിക്ക് ലാസ്റ്റ് മന്താണ് വരാൻ സാധിച്ചത്. നന്നായി ഭഗവാനെ തൊഴാൻ സാധിച്ചു. സെക്യൂരിറ്റി ജീവനക്കാർ ഭഗവാനെ നന്നായി കാണാൻ അനുവദിച്ചു. അന്ന് അമ്പലത്തിനുള്ളിൽ വെച്ച് ആരോടും ഒന്നും പറയേണ്ടിയില്ല എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. എൻ്റെ ദർശന പുണ്യത്തെ അത് ബാധിച്ചു കാണും. ചേച്ചിക്ക് എന്താ തോന്നുന്നത്? ഭഗവാൻ എന്നോട് പിണക്കം കാണുമോ? എന്തെങ്കിലും പ്രായശ്ചിത്തം ഞാൻ ചെയ്യണോ? എനിക്ക് റിപ്ലൈ തരണേ ചേച്ചി, എൻ്റെ കുറേ കാര്യങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുകയാണെന്ന്. അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട കേട്ടോ. തടസ്സപ്പെട്ട് കിടക്കുകയാണെന്നുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട. പക്ഷെ പല സമയത്തും എനിക്ക് തോന്നാറുണ്ട് വേണ്ടാത്തത് പറയുന്നുണ്ട് നമ്മൾ എന്ന്. വേണ്ടാത്തത് പറയാണ്. അത് നമ്മുടെ കുറ്റം കൊണ്ടല്ല കുട്ടി. അതങ്ങനെ വിഷമായിട്ടൊന്നും മനസ്സിലേക്ക് എടുക്കണ്ട. ഞാനും ഏട്ടനും കൂടെ ഒരു ദിവസം വരിയിൽ നിൽക്കായിരുന്നു. അപ്പോൾ മുമ്പിലുള്ള ആൾക്കാർ നടന്നാലല്ലേ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. നമുക്കിങ്ങനെ അവരെ തള്ളി ഉന്തിയിട്ട് പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ പുറകിൽ നിൽക്കുന്ന ഇത്തിരി പ്രായം ചെന്ന ഒരു സ്ത്രീ ഭക്ത പറഞ്ഞു ഏട്ടൻ്റെ അടുത്ത് നടക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ഏട്ടന് നടക്കാൻ ഒരു ഓപ്ഷനും ഇല്ല, മുമ്പിൽ അത്രയും തിരക്കുണ്ട്. അപ്പോൾ എന്ത് നോക്കി നിൽക്കുക നിങ്ങൾ ഇവിടെ നിൽക്കുകയാണോ? നിങ്ങൾ അങ്ങോട്ട് നടന്നാലല്ലേ ബാക്കിയുള്ളവർക്ക് നടക്കാൻ പറ്റുള്ളൂ, ഒന്നും ഇങ്ങോട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പോൾ ഏട്ടൻ്റെ മുമ്പിൽ നിൽക്കുന്നത് സ്ത്രീയാണ്, പുറകിൽ നിൽക്കുന്നതും സ്ത്രീകളാണ്, ഞാനും ഉണ്ട്. പക്ഷെ ഞാനൊരു 2 പേരുടെ പിന്നിലാണ്. അപ്പോൾ ഏട്ടൻ ഈ സ്ത്രീകളെ പിടിച്ച് ഉന്താണോ വേണ്ടത്? അവര് വേറെ രീതിയിലല്ലേ അതെടുക്കുക? ഒഫെൻസീവായി പോവില്ലേ അങ്ങനെയൊക്കെ ചെയ്താൽ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. 2 കൈയും കൊണ്ടും തൊഴുത് കൈ ഉയർത്തിപ്പിടിച്ച് നടക്കാനേ പറ്റുണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് വന്ന് പറയണത് ഉന്തി തള്ളി കയറി പോയിക്കൂടെ എന്നാണ് ചോദിക്കണം. അപ്പോൾ ഏട്ടൻ തിരിഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാൻ വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഏട്ടാ ഒന്നും പറയരുത് പ്ലീസ് എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചാൽ അവർക്ക് ചിലപ്പോൾ കാണുന്നുണ്ടാവില്ലേ മുമ്പിൽ ആളുണ്ടെന്ന്, നിൽക്കുന്നതുകൊണ്ടായിരിക്കും അവരെന്തിനാ അങ്ങനെ പറയണം, അവരെന്തിനാ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് അപ്പോൾ ആ നിമിഷം തോന്നിയിട്ടുണ്ടായിരുന്നു.
അത് പക്ഷെ അത് തിരിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞാലോ അവിടെ വലിയ അടിയായി മാറില്ലേ. അപ്പൊ കുട്ടി വിവേകപൂർവമാണ് പ്രവർത്തിച്ചത്. ഇടയ്ക്ക് വെച്ച് ഒരാള് നമ്മൾ കുറേ നേരം വരിയിൽ നിൽക്കുമ്പോ ഇടയ്ക്ക് വെച്ച് ഒരാൾ കയറി നമുക്ക് ദേഷ്യം വരും. അപ്പൊ നമ്മളത് ചോദിച്ചപ്പോ അവർ നിങ്ങട് തിരിച്ചു പറഞ്ഞു. അപ്പൊ കുട്ടിക്ക് വേണമെങ്കിൽ പറയായിരുന്നു, നിങ്ങൾ വരിയിൽ നിൽക്കാത്തതുകൊണ്ടല്ലേ ഞാനിങ്ങനെ പറഞ്ഞേ, അപ്പൊ നിങ്ങൾക്ക് എന്തോ വരി ബാധകല്ലേ, ഞാൻ മാത്രം വരിയിൽ നിന്നാൽ മതിയോ, ഇങ്ങനെ ഓരോരുത്തരും വരി തെറ്റിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, ഇങ്ങനെയൊക്കെ ചോദിക്കായിരുന്നു. ഒന്നും ചോദിച്ചില്ലല്ലോ, മിണ്ടാതെ നിൽക്കുകയല്ലേ ചെയ്തത്. അപ്പൊ തന്നെ തോന്നുകയും ചെയ്തു ഗുരുവായൂരപ്പന്റെ അമ്പലമാണ്, എന്തിനാ ഞാൻ ഇവിടെ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കണേ, ഞാൻ എന്റെ ഗുരുവായൂരപ്പനെ തൊഴാനല്ലേ വന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചില്ലേ. ഇത്രയും നല്ല ചിന്തകളൊക്കെ മനസ്സിലുണ്ടായിട്ടാണോ എന്തിനാ ഇങ്ങനെ മനസ്സിൽ പ്രയാസം വിചാരിക്കണേ. ഇനി അവര് തള്ളിക്കേറി വന്നത് ഒരു പക്ഷെ അവർ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ ആരെങ്കിലും ആയിരിക്കാം. നോക്കൂ, ഏത് സ്ഥാപനത്തിലാണെങ്കിലും അവിടുത്തെ സ്റ്റാഫിന്റെ ആളുകൾക്ക് ഒരു പരിഗണന കിട്ടില്ല. അത് ഏത് സ്ഥാപനത്തിലാണെങ്കിലും ചിലപ്പോൾ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. അതല്ലെങ്കിൽ അവർക്ക് അവിടെ നിൽക്കുന്ന സ്റ്റാഫിനെ പരിചയം ഉണ്ടായിരിക്കും. അല്ലാതെ എങ്ങനെയാ തള്ളിക്കയറി പോവുക? അവിടെ എത്തി കഴിഞ്ഞ് സ്റ്റാഫ് നേരെ വരിയിൽ വരുമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ ആകെ ചമ്മിപ്പോയില്ലേ. അല്ല, എന്റെയൊക്കെ ചിന്ത കേട്ടോ അത്, എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ അവർക്കും ഉണ്ടായിരിക്കാം. അതും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അർജന്റ് ആയിട്ട് എമർജൻസി ആയിട്ട് വല്ല ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് ശ്രീലകത്തിരിക്കുന്ന ആൾക്കറിയുണ്ടാവും. അതുകൊണ്ടായിരിക്കില്ലേ അങ്ങനെ പോകാൻ പറ്റുണ്ടാവുക. അപ്പൊ അങ്ങനെ വിട്ട് കളഞ്ഞു. ഇതിലെ കുട്ടി ചെയ്തതിൽ ഒരു തെറ്റും ഞാൻ പറയില്ല. കാരണം വൈശാഖി അവിടെ വെച്ച് ഒരു അടി ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. വരിയിൽ നിന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എപ്പോഴും പറയും, എനിക്ക് മുമ്പേ നിങ്ങൾ പോയാൽ എങ്ങനെ, ഞാൻ ഇവിടെ നിൽക്കുന്നതും വരിയിൽ നിൽക്കുക തന്നെയല്ലേ എന്ന്. അപ്പോൾ അത് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യന്റെ റിയാക്ഷനാണ്. അതിൻ്റെ പേരിൽ ഉണ്ണികൃഷ്ണൻ പിണങ്ങി എന്നൊന്നും ധരിക്കേ ചെയ്യരുത്. ഉണ്ണികൃഷ്ണൻ അങ്ങനെ പിണങ്ങൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കൂ. മറ്റേ അവരുടെ ഭാഗത്തും തെറ്റുണ്ടാവില്ല. ഞാനൊരു ദിവസം എൻ്റെ 2 കുട്ടികളും ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയം, അന്ന് എനിക്ക് 2 കുട്ടികളെ ഉള്ളൂ കേട്ടോ. ഒന്നാലോചിച്ച് നോക്കുക, അപ്പൊ എത്ര ചെറുതാവും എൻ്റെ കുട്ടികളെന്ന്. അപ്പോൾ അത്ര ചെറിയ 2 കുട്ടികളാണ്. അവർക്ക് വൈറൽ ഫീവർ വന്നിട്ട് 2 കുട്ടികളും ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഹോസ്പിറ്റലിലാണ്. ഇൻ ബിറ്റ്വീൻ ഒരു വ്യാഴാഴ്ച ദിവസം അപ്പം അന്ന് എനിക്ക് തൊഴണം എന്നൊരാഗ്രഹം തോന്നി. അപ്പം ഞാൻ രാവിലെ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് പാല് കുടിക്കുന്ന പ്രായ 2ാമത്തെ ആൾക്ക് പാലൊക്കെ കൊടുത്ത് അവൾ ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഞാൻ ഏട്ടനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇല്ലത്ത് പോയി കുളിച്ച് തൊഴുതിട്ട് ഇവർക്കുള്ള ഭക്ഷണവും നമുക്കൊക്കെ ഉള്ള ഭക്ഷണമൊക്കെ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞു. അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റൽ. അപ്പൊ ശരി പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് തിരിച്ചു വന്ന് എന്താ പറയാ ഊട്ടിപ്പിടഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്, കുളിക്കുന്നത്. അവസാനം ഞാൻ എന്നിട്ട് ഈ രോഗം വന്ന് കിടക്കാനുള്ള കുട്ടികൾ അവർക്കുള്ള കുറച്ച് വഴിപാട് സാധനങ്ങൾ, കദളിപ്പഴവും പട്ടുകോണകവും താമരപ്പൂവും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ പിടിച്ച് ഓടി വന്നിട്ട് അപ്പോൾ ശിവേലിക്ക് ആളെ നിർത്തി എന്ന് പറഞ്ഞു. ആളെ നിർത്തിയിട്ടുണ്ട്, പക്ഷെ എന്നാലും അവിടെ ഉള്ളിലേക്ക് ഞങ്ങളുടെ ഈ ഒരു നമ്പൂതിരി സ്ത്രീകൾ കിടക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയം അവർ കടന്നുകൊണ്ടിരിക്കണുണ്ട്. അപ്പം എന്നെയും കൂടി വിട്ടാൽ ഒരു കുഴപ്പമില്ല. പക്ഷെ അവിടെ നിൽക്കുന്ന കാവല് പറഞ്ഞു, കടത്താൻ പറ്റില്ല, ഇപ്പോൾ കടത്താൻ പറ്റില്ല. എന്തിനാ എത്ര നേരം വഴുകി വരുന്നത്? നേരം വഴുകി വരുമ്പോഴൊക്കെ വാതിൽ തുറന്ന് തരാനിരിക്കുകയാണോ ഇവിടെ ആൾക്കാർ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കൊന്നും പറയാനില്ല. ശരിയാണ്, ഞാൻ നേരം വൈകിയതാണ്. പക്ഷെ ഞാൻ നേരം വഴുകാൻ ഒരു കാരണമുണ്ട്. അത് ഇദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഞാൻ അത്രയും ഞാൻ എന്താ പറയാ ആഗ്രഹിച്ചിട്ടാണ് വരുന്നത്. എന്നിട്ടും എൻ്റെ ഉണ്ണികൃഷ്ണൻ എന്താ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കദളിപ്പഴം ആ തൊഴാൻ നിൽക്കുന്നവരിൽ ഒരാളുടെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഇതകത്തേക്ക് വെച്ചോളൂ, എന്നെ എന്തായാലും കടത്തില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രദക്ഷിണം വെച്ച് തൊഴുത് നമസ്കരിച്ച് ഞാൻ പോരുകയും ചെയ്തു. പക്ഷെ അന്നത്തെ ദിവസം എനിക്കൊരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. ഒരു പക്ഷേ ഞാൻ അവിടെ കുറച്ചു നേരം കൂടി നിന്ന് ശിവേലി കഴിഞ്ഞ് തൊഴുതതിന് ശേഷം മാത്രമേ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ അന്ന് എനിക്കൊരു ആക്സിഡന്റ് സംഭവിക്കില്ലായിരുന്നു. അതിന് വേണ്ടിയിട്ടായിരിക്കാം ഉണ്ണികൃഷ്ണൻ അവിടെ എന്നെ ബ്ലോക്ക് ചെയ്തത്. പക്ഷെ ഞാനെന്താ മനസ്സിലാക്കിയേ, എന്നെ ഉണ്ണികൃഷ്ണൻ മനസ്സിലാക്കിയില്ല. എന്നോട് ഉണ്ണികൃഷ്ണനെ എന്താ ഇത്രയും ദേഷ്യം? ഞാൻ എങ്ങനെയാ വരണേന്ന് ഉണ്ണികൃഷ്ണൻ അറിയില്ല, അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയില്ല. ശരിയാണ്, അവര് പറയണത് നേരം വഴുകി വരുന്നവരെ കടത്തിവിടാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. എന്താ അത് നിങ്ങളുടെ ഇഷ്ടത്തിനാണോ കടത്തിവിടേണ്ടത്? അവര് സ്വാഭാവികം ന്യായമായിട്ട് ചോദിച്ചു. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എന്താ, ഉണ്ണികൃഷ്ണൻ എന്നോട് കണക്കാണ്, എന്നെ ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ നീ കഷ്ടപ്പെട്ട് ഓടി വന്നത് കണ്ടില്ല, എനിക്ക് അത്ര മോഹമായിട്ടല്ലേ ഞാൻ വന്നത്, എന്നിട്ടല്ലേ എന്നെ കടത്തി വിടാതിരുന്നത്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എനിക്കിനി സമയമില്ല, എൻ്റെ കുട്ടിയോടെ പാൽ കുടിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടാവും, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കേണ്ടത്, കുട്ടിയെ ഞാൻ അവളുടെ അച്ഛൻ്റെ അടുത്താണ് കൊടുത്തിരിക്കണത്.
അവരെന്തായാലും മാനേജ് ചെയ്തോളും, കുട്ടീനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും മാനേജ് ചെയ്തോളും, ഞാൻ എന്തായാലും തൊഴാൻ വന്നില്ലേ. അപ്പൊ ഞാനൊരു 10 മിനിറ്റും കൂടി നിന്ന് ശിവേലിയൊക്കെ കഴിഞ്ഞ് ഗുരുവായൂരപ്പനെ തൊഴുതിട്ട് പോയാൽ പോരെ എനിക്ക്? എന്തിനാ ഞാൻ അവിടെ നിന്ന് ഓടിയത്? ആ ഓടിയ കാരണം കൊണ്ട് എനിക്ക് അന്നൊരു ആക്സിഡന്റ് പറ്റി. ഇന്നും എൻ്റെ കാലിൽ അതിന്റെ മുറിവിന്റെ പാടുണ്ട് കേട്ടോ. അപ്പോൾ ആ ആക്സിഡന്റിനെ അവിടെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഭഗവാൻ അവിടെ ചെയ്തതാ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ രീതി വളരെ മോശമായി പോയി. അപ്പൊ നമ്മൾ എപ്പോൾ ചിന്തിക്കുമ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഉണ്ണികൃഷ്ണൻ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും. തുലാഭാരം തൂക്കാൻ വരിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് മുന്നിൽ ഒരാൾ പോയി, ആ ആളെ ഭഗവാൻ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും കടത്തി വിടുന്നുണ്ടായിരിക്കുക. നമ്മള് അവിടെ ബഹളം വെച്ചില്ല. കുട്ടി അവിടെ പറയേണ്ടത് പറഞ്ഞു, ശരിയാണ്. പക്ഷെ ബഹളം വെച്ചില്ലല്ലോ. കുട്ടിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല കേട്ടോ. അങ്ങനെ ഒന്നും മനസ്സിലേക്ക് വിചാരിക്കേ വേണ്ട. ഉണ്ണികൃഷ്ണൻ നമ്മളോട് പിണങ്ങില്ല. നമ്മുടെ സ്വന്തമാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ. അപ്പൊ ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവ പാപ വിനാശന, സർവ ദുഃഖ വിനാശന, സർവസൗഖ്യ പ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരി. ത്വൽ പ്രസാദായ ഭൂയാൽ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരി.